യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, വലിയ അഭിഷേകത്തോടെ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ ഈ നിമിഷം നമുക്കെല്ലാവർക്കും ഈശോയോട് ചേർന്നിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനോട് ആരൊക്കെ ചേർന്നിരുന്നോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പാപിനിയായ മകൾ അവളുടെ ഇന്നലകളെ ഒന്നും അവൾ നോക്കിയില്ല. അവൾ യേശുവിൻ്റെ ആ സാന്നിധ്യം, ആ വിടുതൽ, ആ സൗഖ്യം അവൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ യേശുവിൻ്റെ പാദത്തോട് ചേർന്നിരുന്നു. പിന്നെ അവളുടെ ജീവിതത്തിൽ യേശുവിനോട് ഒട്ടി നിൽക്കുന്ന ഒരു സ്നേഹം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോഴെങ്ങനെ എന്ത് എന്നൊന്നും ചിന്തിക്കണ്ട. ഈ മിനിറ്റിൽ, ഈ സെക്കൻഡിൽ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് ഒന്ന് ആഗ്രഹിക്കുക, ഈശോയുടെ പാദം പുണരുവാൻ, അവനോട് ചേർന്നിരിക്കുവാൻ ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ സമയം നമ്മൾ ആഗ്രഹിക്കണം. വലിയ വിശ്വാസത്തോടു കൂടി ഈശോയുടെ സന്നിധി നമ്മൾ ആയിരിക്കണം. കാരണം അവൻ നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ലോകത്ത് ജീവിച്ച്, ഒരു മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനാക്കപ്പെട്ടു. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച്, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, നമുക്ക് വേണ്ടി 3-ാം നാൾ ഉത്ഥാനം ചെയ്ത ആ സർവശക്തനായ ആ യേശുവിൻ്റെ ആ പാദത്തോട് ഒട്ടി നിൽക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ സമയം നമുക്ക് ആഗ്രഹിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച്, പാപിനിയായ മകൾ അവൾ യേശുവിൻ്റെ പാദത്തോട് ചേർന്നിരുന്ന് അവൻ്റെ പാദം കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, അത് വലിയ ഒരു അഭിഷേകത്തിൻ്റെ നിമിഷമായിരുന്നു. വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു. യേശു അവളെ പൂർണ്ണമായിട്ടും അവളുടെ ജീവിതത്തെ അട്ടിമൂടി മാറ്റിയ നിമിഷം. അതേ യേശു ഇന്നിതാ ഈ സമയം, ഈ സ്തുതി ആരാധനയുടെ നിമിഷം നമ്മളെ ഓരോരുത്തരെയും തൊടുവാനായിട്ട് നമ്മളോടൊപ്പം ഇതവിടെ കടന്നു വരുന്ന നിമിഷമാണിത്. നീ ഒന്ന് ആഗ്രഹിക്കുക, ഈശോയുടെ പാദത്തെങ്കിൽ ഒന്നിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി. കണ്ണുകളൊന്ന് അടച്ച് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, ശരീരത്തെ അസ്വസ്ഥപ്പെടുന്നതെല്ലാം ആ ഈശോയുടെ പാദത്തെങ്കിൽ കീഴിൽ ഒന്നിറക്കി വയ്ക്കുക. കർത്താവിൻ്റെ മുൻപിൽ ഒന്ന് സ്വസ്ഥമായി ഇരിക്കുവാനുള്ള ഒരു അഭിഷേകം, സങ്കീർത്തകൻ പറയുന്നത് പോലെ ഉള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന ഓരോ മകനും മകളും ഹൃദയം കൊണ്ട് ഒന്ന് ആഗ്രഹിച്ച്, പരിപൂർണമായിട്ടും ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം.
വിശ്വാസത്തോടെ ഞാനിതാ അവിടുത്തെ സന്നിധിയിലായിരിക്കുകയാണ്. ഈശോയെ ആരാധിക്കുന്ന ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു കൃപ ഒഴുക്കണമേ ഈശോയെ. അപ്പാ ഒന്ന് ആരാധിക്കട്ടെ, നിൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാം യേശുവേ, എന്റെ തമ്പുരാനേ. എല്ലാവരും ചേർന്ന് പാടി. ദാനം ചെയ്തവനേ, വലിയ വിശ്വാസത്തോടെ ആരാധിച്ചേ. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സങ്കീർത്തനങ്ങൾ 22:16 തിരുവചനം പറയുന്നു, അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. അതേ പ്രിയമുള്ളവരെ, ആണിയേറ്റ അവിടുത്തെ കൈകാലുകൾ ഒന്ന് സ്നേഹമോടെ ചുംബിക്കുവാനുള്ള ഒരു കൃപ, അവനെ ഒന്ന് കാണുവാനുള്ള ഒരു കൃപ, യേശുവിനെ ഒന്ന് തൊടുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി മക്കളെ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ആണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ. കൈകൾ നീട്ടി നിൻ തിരുമാറിൽ എന്നെ ചേർത്തിടണേ. ആണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ. കൈകൾ നീട്ടി നിൻ തിരുമാറിൽ എന്നെ ചേർത്തിടണേ. ദൈവസ്നേഹം നിറച്ചിടേണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ. ഉദ്ധാരത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. ദൈവസ്നേഹം നിറച്ചിടേണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ. ഉദ്ധാരത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. കരങ്ങൾ ഉയർത്തി. ഉദ്ധാരം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു.
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ. ദാനിയേൽ 14:5 തിരുവചനം പറയുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെ മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവനുള്ള നമ്മുടെ ഈശോയെ, നമ്മുടെ കൺമുൻപിലുള്ള നമ്മുടെ ഈശോയെ നമുക്കെല്ലാം മറന്ന് ആരാധിക്കാം. നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശു, നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇതാ ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉദ്ധാനം ചെയ്ത നമ്മുടെ യേശു, ആ യേശുവിനെ, ജീവനുള്ള യേശുവിനെ വലിയ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായവനേ യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടാമോ? ഉദ്ധിതനായവനേ യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സർവശക്തിയോടുകൂടെ പാടിക്കേ. ഹല്ലേലൂയ, 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 കരങ്ങൾ അടിച്ചു പാടാമോ? ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. എല്ലാം മറന്ന് ഹല്ലേലൂയ, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യേശുനാഥ, ശക്തമായ കരങ്ങൾ അടിച്ച് ആമേൻ. കണ്ണുകളൊക്കെ അടച്ച് ആടി പാടി പുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആവർത്തിച്ച് പാടാം. ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, എല്ലാം മറന്ന് ആരാധിച്ചേ. ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചേ. ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ. ശക്തമായ കരങ്ങൾ അടിച്ച് ജീവനുള്ള ഈശോയെ ആരാധിച്ചേ. ആമേൻ. ദൈവപുത്ര, സർവശക്തനെ ആരാധിച്ചേ. ആമേൻ. സർവശക്ത രാജാതിരാജനെ ആരാധിച്ചേ. നിത്യപിതാവേ, മഹത്വപൂർണ്ണ ഈശോയെ ആരാധിച്ചേ. ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ,
ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചേ. പോരാ പോരാ, സ്വരമുയരട്ടെ. ശക്തിയോടെ സ്തുതിക്കാമോ? ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ശക്തി നിറയപ്പെടുവാനായിട്ട് സ്തുതിക്കാമോ? യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി അതരം തന്ന യേശുവിനെ വിളിക്കാമോ? സ്വരം തന്ന യേശുവിനെ വിളിച്ച് സ്തുതിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ജീവിക്കുന്ന ഈശോയെ വിളിച്ച് യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധിതനായ ഈശോയെ. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകളൊക്കെ അടയ്ക്കുക. നിങ്ങൾ ആരെയും ശ്രദ്ധിക്കേണ്ട ഈ സമയത്ത് ഞാനും എൻ്റെ യേശുവും മാത്രം. ഉദ്ധാനം ചെയ്ത യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ ഇതാ ഉദ്ധിതനായ യേശു നിന്റെ അടുക്കൽ വന്ന് നിന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമാണിത്. ആ സമയത്ത് മറ്റൊന്നും നിനക്ക് വേണ്ട. ഉദ്ധിതനായ യേശു മാത്രം മതി. നിന്റെ ഹൃദയവും മനസ്സും എല്ലാം ആ ഒരൊറ്റ ചിന്തയായിരിക്കണം ഈ സമയത്ത്. ഉദ്ധാനം ചെയ്ത ഈശോയെ, ഓ എൻ്റെ അപ്പ, ഓ എൻ്റെ സ്നേഹമേ, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദാനിയേൽ 14:25 പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. കാരണം അവിടെ നിന്നാണ് ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവത്തെ ഓരോ നിമിഷവും, ഓരോ മിനിറ്റിലും, ഓരോ സെക്കൻഡിലും എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റണം. ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ തകർച്ചയുടെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ, എൻ്റെ രോഗത്തിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ നീ പറയണം, ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം എനിക്കും വേണം. ആ ഈശോയോട് നീ ഒന്ന് പറഞ്ഞ ഈ സമയത്ത് ദാനിയേൽ പറഞ്ഞതുപോലെ ഒരു പ്രതിജ്ഞ ഈ സമയം എനിക്കും എടുക്കാൻ പറ്റണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും, ഞാൻ തകർന്നു കിടക്കുമ്പോഴും രോഗിയായിരിക്കുമ്പോഴും പലവിധ ഞെരുക്കങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ അപ്പനായ എൻ്റെ ഈശോയെ മാത്രമേ ഞാൻ ആരാധിക്കൂ. കാരണം അവൻ ജീവനുള്ള യേശുവാണ്. അപ്പാ, ആരാധിക്കുന്നു അമ്മ. യേശുവേ, യേശുവേ, വലിയ വിശ്വാസത്തോടെ റോമ 10:9 പറയുന്നത് പോലെ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഒരു രക്ഷ നിന്റെ അനുദിന ജീവിതത്തിൽ നിന്നെ താങ്ങട്ടെ. ആ ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം.
ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പാടാം, ഉദ്ധാനം ചെയ്ത യേശുവേ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ജീസസ്, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, യേശുവേ. യേശുവേ, എൻ്റെ യേശുവേ. Oh Jesus, in the name of Jesus, touch. Oh praise, thank you Lord. Shalabariya, thank you Lord, praise. Shalabariya, Yeshua. The praise, thank you Jesus. A touch. I love you, Jesus. Oh God, Yeshua, 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 Yeshua. Amen.